ഹലോ, നമുക്ക് വീണ്ടും ഒരു സിമ്പിൾ പെയിൻറ്റിങ് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ എൻ്റെ പെയിൻറ്റിങ് ബുക്കൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് കളേഴ്സ് ഞാനിവിടെ ബ്ലൂ, വൈറ്റ്, ഗ്രീന്, ഇത് കുറച്ചധികം കളേഴ്സിൻ്റെ മിക്സ് ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഡോട്ടഡായിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു പേജിൻ്റെ സൈഡ്സിൽ ഞാൻ വാഷി ടേപ്പാണ് കേട്ടോ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, നമുക്കൊരു ബോർഡറൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇനി ആ ഒരു പെയിൻ്റ് എല്ലാം കൂടെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ആദ്യത്തെ ചില കളേഴ്സ് ഗ്രീനും വൈറ്റിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ബ്രഷ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷമാണ് വീണ്ടും അടുത്ത കളറിലേക്ക് ഇങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ചെയ്യാം. പിൻട്രസ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നൊരു റെഫറൻസ് ആണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഫുൾ കളേഴ്സ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ഡ്രോയിങ് ആണിത്. നമുക്ക് നമ്മുടെ ഫ്രീ ടൈമിലൊക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡ്രോയിങ് ആണ്, സിമ്പിളായിട്ടുള്ള ഡ്രോയിങ് ആണ്. നമുക്ക് ക്ലൗഡ്സ് വരച്ച് കൊടുക്കാം. ക്ലൗഡ്സ് ഇതേപോലെ കൈകൊണ്ട് ക്ലൗഡ്സ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കൈകൊണ്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെയാണ് ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു അവധി സമയത്ത് സ്ക്രീൻ ടൈം കുറയ്ക്കാനും മൊബൈലിൻ്റെ യൂസൊക്കെ കുറയ്ക്കാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഇതേപോലെ സിമ്പിൾ പെയിൻറ്റിംഗ് ഒക്കെ വരയ്ക്കാം. ഫൈനൽ റിസൾട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. നമുക്ക് ഒരുപാട് സ്കില്ല്, പെയിൻറ്റിങ് സ്കില്ല്, ഡ്രോയിങ് സ്കില്ലൊക്കെ വേണം എന്നൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ ഇതുപോലെ ക്ലൗഡ്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കി ബ്ലാക്ക് കളർ കൊണ്ടാണ്. എനിക്ക് ഒട്ടും ക്ഷമ കിട്ടാത്തൊരു പരിപാടിയാണിത്. കാരണം ഇതേപോലെ പ്ലാന്റ്സ് വരച്ച് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ ഞാൻ താഴെ കുറച്ചൊന്ന് ബ്ലാക്ക് വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് ഇതേപോലെ കുറച്ചിങ്ങനെ ലീഫും കാര്യമൊക്കെ ആയിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്ലാന്റ്സ് നിൽക്കുന്നൊരു എഫക്റ്റൊക്കെ നമുക്ക് കിട്ടും. അതിനുശേഷം ഇതേപോലെ പോസ്റ്റാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത്. ഇലക്ട്രിക് പോസ്റ്റാണ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതിൽ കുറച്ച് വയേഴ്സ് കൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡ്രോയിങ് ആണ്. ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ലൊരു ഡ്രോയിങ് ആണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രോയിങ്. വളരെ സിമ്പിളാണ്. വോയിസും കൂടെ കണക്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് കുറച്ച് ബേർഡ്സിനെയും കൂടെ നമുക്ക് വരച്ച് കൊടുക്കാം. ഒരു ഈവനിങ്ങിൽ വരുന്ന ഒരു ലുക്കാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ സിമ്പിൾ ഡ്രോയിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പേജിൽ 2-3 ഡ്രോയിങ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കില്ലല്ലോ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഫൈനലി ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഈ ഒരു ടേപ്പ് ഇങ്ങനെ മാറ്റുന്നത്. എനിക്കത് ഒത്തിരി ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോൾ എങ്ങനെ ഇഷ്ടപ്പെട്ടോ?